ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മൾ വായിച്ചതായ വേദഭാഗങ്ങള്, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഞാൻ ഓർത്ത് മുന്നോട്ട് പോകട്ടെ. അവിടെ ഇങ്ങനെ പറയുകയാണ്, അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ എനിക്ക് നിനക്ക് നല്ല പ്രയോജനമുള്ളവൻ തന്നെ. ആമേൻ. ഫിലമോന്റെ ലേഖനം അതിന്റെ 11-ാം വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ മുൻപോട്ട് വേഗത്തിൽ പോവുകയാണ്. അവിടെ നമ്മൾ കേട്ടു, ഫിലമോന്റെ വീട്ടില് ഒരു കൂട്ടായ്മയുണ്ട്, ഒരു ആരാധനയുണ്ട്. ഫിലമോന്, അവൻ ദൈവത്തിന് സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ചിത്രം ഫിലമോന്റെ ഭവനത്തിലുണ്ട്. അവൻ ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ കണ്ടു, ഫിലമോൻ അപ്പിയ എന്ന് പറയുന്ന ഒരു ഭാര്യയുണ്ട്, അക്കിപ്പോസ് എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ആ കുടുംബം ദൈവത്തിന് വേണ്ടി വില കൊടുത്ത കുടുംബമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മറന്നു പോകരുത്, ആ കുടുംബത്തിലുള്ള ആമേൻ, ആ കുടുംബത്തിൽ ആമേൻ ദൈവത്തിന് സ്തോത്രം ഒരു അടിമയുണ്ടായിരുന്നു. അവന്റെ പേര് ഓനോസിമോസ് എന്നായിരുന്നു. ആ അടിമ ഒരിക്കൽ അവിടുന്ന് മോഷ്ടിച്ച് അവിടുന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ ചെന്നുപെട്ടത് പൗലോസിന്റെ കാരാഗ്രഹത്തിലാണ്. അവൻ പൗലോസ് ഒരു പ്രത്യേകതയുണ്ട്, ആരെ കണ്ടാലും സുവിശേഷം പറയും. നമ്മളോ ആരെ കണ്ടാലും ഒന്നും പറയാതെ പോകും, ഇല്ലേ? സ്തോത്രം. സുവിശേഷം പറയാൻ അവസരം കിട്ടിയാലും പറയണം, ഇല്ലേ? ദൈവത്തിന് പറയണം. അവസരം കിട്ടുമ്പോൾ ദൈവം ഒരുക്കി തരുന്നതാണെന്ന് ഓർത്ത് അവരോട് സുവിശേഷം പറയണം. അയ്യോ, ഞാൻ യേശുവിനെ അറിയുന്നു, ആ യേശു എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ ഹൃദയത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ട്. ആമേൻ. ഞാൻ ആ സന്തോഷം അനുഭവിക്കുന്നുവെന്ന് പറയാൻ നമുക്ക് കഴിയുന്നതാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആമേൻ, നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ. അവൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ സുവിശേഷം പറയുവാനിടയായി. അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അവന് പുഴവക്കത്തിരുന്ന സ്ത്രീകളെ കൂട്ടി അവൻ സുവിശേഷം പറഞ്ഞു. അന്ന് സുവിശേഷം പറഞ്ഞത് ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടിയായിരുന്നു. ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്, ലുദിയ മനസ്സാന്തരപ്പെട്ടു. അപ്പൊ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്നാ? സുവിശേഷം അറിയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? അത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അത് ചാട്ടുളി പോലെ പറന്നു ചെന്ന് ആമേൻ ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് സുവിശേഷം. അങ്ങനെയാണെങ്കിൽ ആമേൻ ആ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് താൻ സുവിശേഷം പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആമേൻ ഓനോസിമോസിനെ മുമ്പേ പൗലോസിനെ അറിയാമായിരുന്നു. അവനോട് കാര്യങ്ങളൊക്കെ തിരക്കി. നീ എങ്ങനെ എവിടെ എത്തപ്പെട്ടത്? നീ ഫിലമോന്റെ ഭവനത്തിൽ ഒരു അടിമയായി ജോലി ചെയ്യുന്നവരല്ലേ? നിനക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അവനോട് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നന്ദിയോടെ സ്തോത്രം. അവൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അവൻ പറഞ്ഞു, ഞാൻ അവിടുന്ന് എന്തോ സാധനങ്ങൾ മോഷ്ടിച്ച്, നമുക്കവിടെ വ്യക്തമായി അറിയില്ല, ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട് എന്ന് അവനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. ഫിലമോന് അവനോട് സുവിശേഷം പറഞ്ഞ് അവൻ വീണ്ടും ജന്നത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ, ദൈവത്തിന് സ്തോത്രം. അതിന്റെ 10-ാം വാക്യത്തില് ഫിലമോന് ആ ലേഖനം എഴുതുമ്പോൾ ഓനോസിമോസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഫിലമോൻ ഈ ലെറ്റർ വായിക്കുമ്പോൾ എന്തുമാത്രം സന്തോഷിക്കണം. നമ്മൾ സന്തോഷിക്കും. നമ്മുടെ വിലപിടിപ്പുള്ളത് കൊണ്ട് പോയാൽ സന്തോഷിക്കാൻ പറ്റുമോ? അപ്പൊ ഈ ലെറ്റർ വായിച്ചപ്പോൾ ഫിലമോന്റെ ഹൃദയത്തിൽ എന്തോ ഒരു സന്തോഷമുണ്ടായിരിക്കും. അപ്പം ഫിലമോന്റെ സന്തോഷത്തിന്റെ കാരണം എന്നാ നിങ്ങൾക്ക് പറയാം? നേരത്തെ ഗുണപ്പെടാത്തവനായിരുന്നു, ഇപ്പോൾ അവൻ ഗുണപ്പെട്ട് ദൈവവേദനായിത്തീർന്നു. അതിന്റെ ആ സന്തോഷം അല്ലേ? അപ്പോഴും ഫിലമോൻ അറിയാം, എനിക്ക് എൻ്റെ ദൈവം ആമേൻ എന്തോ നഷ്ടപ്പെട്ടാലും എൻ്റെ ജീവിതത്തെ മടക്കി തരുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ ഫിലമോന്റെ ഭാരം എന്തായിരുന്നെന്നറിയാമോ? എന്റെ ഭവനത്തിൽ അവൻ ഉണ്ടായിട്ടും ഓനോസിമോസ് മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ ആമേൻ പൗലോസ് ശ്ലീഹായുടെ വചനം കേട്ടവൻ മാനസാന്തരപ്പെട്ടു. അവൻ ദൈവ പൈതലായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് വലിയ സന്തോഷമായി തീർന്നു. അപ്പൊ ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൽ അഥവാ തടവിൽ വെച്ച് ഓനോസിമോസ് വീണ്ടും ജനിച്ചു. ഞാൻ അവനെ അവിടെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് പറയുക, ഞാൻ ജനിപ്പിച്ചവനായ എന്റെ മകൻ ഓനോസിമോസിന് വേണ്ടിയായി.
നമുക്ക് പറയാൻ കഴിയണം കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, അല്ലേ? ഞാൻ പ്രസംഗിച്ചപ്പം വീണ്ടും ജനിച്ച അനേകരുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ അതുകൊണ്ട് മുന്നോട്ട് പോകുകയാ. ആമേൻ. ആ ലെറ്ററൊക്കെ വായിക്കുകയാണ് ഫിലമോന്. അപ്പൊ നോക്കിക്കോണേ, ഒന്നാമതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വചനം കേൾക്കുമ്പോൾ അവന് വീണ്ടും ജന്മം ഉണ്ടാകണം. അതാ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ ജീവിതത്തിന് ആകെപ്പാടെ ഒരു മാറ്റം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവൻ എങ്ങനെയാ വീണ്ടും ജനിച്ചത്? അവൻ സുവിശേഷത്താൽ അവൻ വീണ്ടും ജനിച്ചു. അതുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ സുശേഷീകരിപ്പിക്കാൻ തക്കവണ്ണം സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കിയേ, അപ്പൊ നിങ്ങൾ ഓർക്കും ആർക്ക് ഇത് പ്രയോജനപ്പെടും? അനേകർക്ക് പ്രയോജനപ്പെടും, നമ്മൾ അറിയില്ല. അനേകരുടെ ജീവിതത്തിൽ അത് അനുഭവമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ക്രിസ്തുവിന്റെ മകനാ, ഞാൻ അവന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായി തീരും. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കണേ, ആമേൻ. അവന് മനസ്സുകൊണ്ട് ഓനോ സിമോസിനെ അവന്റെ ജീവിതത്തിൽ അവന് സ്വീകരിക്കുകയാണ്. എനിക്ക് എൻ്റെ മകനെ മടക്കി കിട്ടിയല്ലോ, അവനോട് വെച്ച് ഗുണപ്പെട്ടില്ലെങ്കിലും അവിടെ വെച്ച് ഗുണപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ സന്തോഷിക്കുകയാണ്. ആമേൻ. ഫിലമോന്റെ ലേഖനം 15-16 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഫിലമോനെ, അവൻ നിന്റെ അടുക്കൽ വരുമ്പോൾ അവൻ നിനക്ക് ആരായിരിക്കണമെന്നറിയാമോ? അവൻ നിന്റെ പ്രിയ സഹോദരനായിരിക്കും. അതാ ദൈവത്തിന്റെ പ്രത്യേകത. കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാമരനെന്നോ പണക്കാരനോ എന്നില്ല. ദൈവജനത്തിന്റെ സന്തോഷമൊന്നും വേറെയാ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വായിച്ചാട്ട്, പറയുകയാണ്, ചില കാലത്തേക്ക് നിനക്ക് അവനെ ശുശ്രൂഷ ചെയ്യുവാൻ, അവൻ നിന്നെ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്തിനാ കാരണമെന്നറിയാമോ? സദാകാലത്തേക്ക് നിനക്ക് അവനെ ലഭിക്കേണ്ടതിനാണ് എന്നിവിടെ ഓർപ്പിക്കുക. അടുത്ത വാക്യം കണ്ടോ? അതാ എന്റെ പോയിന്റ്. അവൻ ഇനിയും ദാസനല്ല, അവൻ പ്രിയ സഹോദരൻ തന്നെ, അല്ലേ? അപ്പൊ രണ്ടാമത്, ഒന്ന്, അവൻ വീണ്ടും ജനിച്ചവനാണ്. അവന് യേശു ക്രിസ്തുവിന്റെ വചന നിമിത്തം അവൻ വീണ്ടും ജനിച്ചവനാ. രണ്ട്, അവൻ ഇപ്പോൾ ആരായി തീർന്നിരിക്കുന്നറിയാമോ? എനിക്കും നിനക്കും നമ്മുടെ സഭയ്ക്കും അവൻ പ്രിയ സഹോദരനാ. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തു, നീ എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. സഹോദരനോട് പറഞ്ഞു സ്തോത്രം കൊടുക്കുന്നു ശിശുവിന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. അപ്പൊ പ്രിയ സഹോദരൻ എന്ന കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ വ്യത്യാസം ദൈവസഭയ്ക്കില്ല, അല്ലേ? നമ്മളെങ്ങനെയാ പള്ളി നിൽക്കുമ്പോ പിണക്കുള്ളവന്റെ അടുക്കൽ മാറി നിൽക്കുമ്പോ, അല്ലേ? എന്തിനാണെന്നറിയാമോ? അവിടെ ഒരു നിരപ്പിന്റെ ശുശ്രൂഷ. നമ്മുടെ പിതാക്കന്മാർ എത്ര ദീർഘവീക്ഷണത്തോടെയാ ഈ നിരപ്പിന്റെ ശുശ്രൂഷ നൽകിയെന്നറിയാം. ആദ്യകാലത്ത് ഈ നിരപ്പിന്റെ ശുശ്രൂഷ സ്നേഹചുംബനമായിരുന്നു. എനിക്കറിയത്തില്ല പിന്നെന്താ ഈ സ്നേഹചുംബനം മാറിയെന്നറിയത്തില്ല. ഇപ്പോഴും വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ സ്നേഹചുംബനം നൽകും, അല്ലേ? കെട്ടിപ്പിടിച്ചൊരുമ്പോൾ എത്രയോ പേര് ജീവിതത്തിൽ നൽകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്നാല് അവൻ കാലം മാറിയപ്പോ കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, കോവിഡ് വന്ന ശേഷമാണ് പിന്നെ പോട്ടെ, അന്ന് പിന്നെ കൈപോലും കൊടുക്കില്ല. ദേവാലയങ്ങളെല്ലാം അടച്ച്, എല്ലാ ശുശ്രൂഷ മേഖലകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ നോക്കിക്കോണേ, അപ്പൊ ഇനി ഓർത്തോണം, പിണക്കുള്ളവന്റെ അടുക്ക തന്നെ പോയി നിൽക്കണം. പറ്റുമോ? ഒരു സ്തോത്രം പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കും. ആ സ്തോത്രം കേട്ടിട്ട് എനിക്കത് മനസ്സിലാക്കില്ല. എല്ലാവരും കൂടെ അതൊക്കെ അല്ലല്ലേ പറഞ്ഞേ? അപ്പൊ പിണക്കുള്ളവന്റെ അടുക്ക തന്നെ പോയി നിൽക്കണം. എന്നാന്നറിയാമോ? എന്നിട്ട് കയ്യസൂരി വരുമ്പോ എങ്ങനെ കയ്യസൂരി വാങ്ങിക്കുന്നത്? എങ്ങനെ? അവസാനം കൊടുത്തേ പറഞ്ഞു, നമുക്കൊക്കെ അറിയാം, ഇല്ലേ? എല്ലാവരും ഓരോ കയ്യസൂരി കൊടുത്തേ. സമാധാനം നിരപ്പിനെ എങ്ങനെയാന്ന് കഴിച്ച് നിങ്ങളുടെ സഹോദരന്മാരെ എങ്ങനെ? ഒരു കൈ ഉള്ളിലാക്കിയാ കൊടുക്കണ്ടേ കയ്യസൂരി? ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ കയ്യസൂരി കൊടുക്കുമ്പോൾ കുലിക്കുക മാത്രമല്ല, ചിലരുടെ മുഖം ഇങ്ങനെ. ഞാൻ അവരുടെ മുഖത്തോട്ട് നോക്കും, ഒന്ന് ചിരിക്കാമെന്ന് വിചാരിച്ച്.
ഞാൻ പിന്നെ അങ്ങ് ചിരിക്കും, അവർ കണ്ടൊന്നും കാണത്തില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സന്തോഷത്തോടെ പിണക്കുള്ളവനെ ഒരു കയ്യസൂരി കൊടുക്കുമ്പോൾ അവൻ ഓർക്കും, അയ്യോ ഇവൻ എന്നോട് പിണക്കാറുന്നില്ല, ഈ കയ്യസൂരി തന്നല്ലോ. ഒരു നിരപ്പിന്റെ ശുശ്രൂഷ. പിതാക്കന്മാർ എത്ര മനോഹരമായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് ക്രമീകരിച്ച് തന്നത്. പക്ഷെ നമ്മൾ ഇന്നത് വികലമാക്കിക്കൊണ്ടിരിക്കുക. അയ്യോ ഇതങ്ങ് തീർത്തിട്ടങ്ങ് എന്തിനാ തീർക്കുന്നത്? ചെറുത് കൊടുത്താൽ മതി, കയ്യസൂരി കൊടുത്ത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഇവിടെ പറഞ്ഞാണെങ്കിലും ക്ഷമിക്കുക. ഞങ്ങളുടെ മിറക്കലിൽ ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ വെല്ലുവിളി വരുന്നപ്പോൾ കുട്ടികളോടെല്ലാം ഞാൻ പറയും, നിങ്ങൾ കയ്യസൂരി കൊടുക്കുമ്പോൾ നിങ്ങൾ വിടരുത്, ഇങ്ങനെ പിടിച്ച് ഒരു കൈ കൊണ്ട് മുറുകെ പിടിച്ചോണം, അകത്ത് വെച്ചിട്ട് പിടിച്ചിട്ട് ഒന്ന് ചിരിച്ചു കൊടുക്കണമെന്ന് പറയാം. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പിള്ളേരങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും പോയി നിൽക്കുമ്പോൾ പിണക്കുള്ളവന്റെ അടുക്കൽ തന്നെ പോകണം. നിരപ്പിന്റെ ശുശ്രൂഷയായത് പിതാക്കന്മാർ ദീർഘവീക്ഷണത്തോടെ നൽകിയത്. അങ്ങനെ നിരപ്പിന്റെ ശുശ്രൂഷ കഴിയുമ്പോൾ അതൊരു പ്രത്യേക സ്നേഹം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അവൻ നിനക്ക് ഇനിയും പ്രിയ സഹോദരൻ. അപ്പൊ നിരപ്പിന്റെ ശുശ്രൂഷ കഴിയുമ്പോൾ ആരാ? പ്രിയ സഹോദരിയും സഹോദരനും. ഒരു സഹോദരൻ പറയും ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അമ്മ എന്നിട്ട് അതിന് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനല്ലേ, അവന് അത് എന്റെ പേരിൽ നീ കണക്കിട്ടുള്ളൂ. നോക്കി, ഒരു ദൈവദാസന്റെ പ്രത്യേകത ഉണ്ട്. ഞാൻ വരുമ്പോ നിനക്കത് തരാമെന്ന് പറയുക. അദ്ദേഹം ഒന്നും വാങ്ങിക്കത്തൊന്നുമില്ല, എങ്കിലും പറയുക, അവൻ എന്തെങ്കിലും നിന്നോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആമേൻ, എന്താ അത് എന്റെ പേരിൽ നീ കണക്കിട്ടുകൊള്ളുക. ആമേൻ, ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ, നാം പാപികളായിരിക്കുമ്പോൾ ദൈവമക്കളോട് നമുക്കൊരു ബന്ധമില്ല. എന്നാൽ നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മളെല്ലാവരുമായി കടപ്പെട്ടിരിക്കുക. നമുക്ക് വചനം പറഞ്ഞു തരുന്നവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുക അല്ലേ? അത് മാറി എന്ന് കുറ്റം പറയും. നമ്മളൊന്നും അങ്ങനെയുള്ളവരില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് നിത്യ നരകമായി. എന്നാൽ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ കാൽവരിയിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് സ്തെഫാനോസ് പറഞ്ഞത്, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത് എന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം. കാരണം അവരെറിഞ്ഞു കൊല്ലുകയാ. എങ്ങനെ പറയാൻ കഴിയും? എറിഞ്ഞവനെ നോക്കി പല്ല് കിറുങ്ങുമായിരുന്നു പണ്ട് നമ്മൾ, അല്ലേ? പല്ലെന്ന് എന്ന് ഇത്രയും പേരില്ലേ, അവരോട് നമുക്ക് എതിരിടാൻ പറ്റുമോ? എന്നാലും നമ്മുടെ ദേഷ്യമൊക്കെ നമ്മളൊന്ന് കാണിക്കും പണ്ട്, ഇല്ലേ? ഇന്നെങ്ങനെ? ഇന്നും അങ്ങനെ തന്നെ. ഇന്ന് നമ്മള് അത് സഹിപ്പാൻ തയ്യാറാകാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ എപ്പോഴും പറയുന്നത്, ക്ഷമിക്കുക, പണ്ട് എങ്ങോ എപ്പോ എവിടെ വെച്ചോ എന്നെ ഒരു ചീത്ത പറഞ്ഞൊരുത്തൻ ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചോലും മറക്കില്ല എന്ന് പറയുന്നവരുണ്ട്. നമ്മളല്ല, വിശ്വാസികളല്ല. നമ്മുടെ കർത്താവിനെടുക്കൽ അതല്ലേ ഏറ്റു പറഞ്ഞു, അവനുമായിട്ട് അങ്ങ് നിരപ്പായിക്കൊള്ളാമെന്ന് നമ്മൾ ഏറ്റു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നെ അതിന്റെ ഗുണമെന്നറിയാമോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരി പ്രതിഫലങ്ങളില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കാൽവരിയിലെ മരണത്തിൽ അവൻ സമ്പൂർണമായി നമ്മുടെ കടം കൊടുത്തു തീർത്തു കഴിഞ്ഞു. നോക്കിയൂടെ, ഓർക്കണം, നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളുടെയും കടം എന്റെ കർത്താവ് കൊടുത്തു തീർത്തു. സ്തോത്രം പറഞ്ഞാട്ട്. അങ്ങനെയാണെങ്കിൽ ആമേൻ, ഇനിയും നമ്മൾ ആരാ? പ്രിയ സഹോദരന്മാരും സഹോദരിമാരുമാ. ദൈവത്തിന് സ്തോത്രം. ഒന്നാം നാം കണ്ടു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വീണ്ടും ജന്മം ആവശ്യമുണ്ട്. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് അവൻ കടന്നു വരണം. കടന്നു വരുമ്പോൾ അവനിൽ ഒരു വ്യത്യസ്തതയുണ്ടാകും. അവനെ കാണുന്നവർക്കറിയാം അവനൊരു വ്യത്യസ്തനാണെന്ന്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് അവൻ നമുക്ക് പ്രിയ സഹോദരൻ. മൂന്നാമത് ഒരു കാര്യം കൂടെ നമുക്ക് ഓർക്കാം, 19-ാം വാക്യം. ഞാൻ തന്നു തീർക്കാം, നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു, നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു.
മതി പ്രിയപ്പെട്ടവരെ. ക്രിസ്തു യേശുവിലൂടെ സഹോദരന്മാർ തമ്മിൽ കടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ വീണ്ടും ജന്മത്തിലേക്ക് പൗലോസ് ആയിരിക്കാം ഈ ഫിലമോനെ കൊണ്ടുവന്നത്, കാരണം തന്റെ ശുശ്രൂഷയിലായിരിക്കാം ആമേൻ അങ്ങനെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സഹോദരന്റെ പേരിൽ, ഒനോസിമോസിന്റെ പേരിൽ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം എന്ന് ഇവിടെ ഓർപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മള് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 8-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഒടുവിൽ വായിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. അതൊന്ന് എടുത്ത് വെച്ചേക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമേൻ, ഇവിടെ ഫിലമോന്റെ 2 സ്വഭാവ വിശേഷങ്ങളുണ്ട്. ആമേൻ. ഫിലമോന്റെ ലേഖനം 4-5 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്: വിശുദ്ധന്മാരോടുള്ള അവന്റെ സ്നേഹം എത്ര വർണ്ണിക്കാനും മതിയാകത്തില്ല. വായിച്ചേ 4-5. കണ്ടോ, സകല വിശുദ്ധന്മാർ, ഫിലമോന്റെ പ്രത്യേകതയാണ്. സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് കണ്ടോ, 2 കാര്യങ്ങളാ പൗലോസ് ചെയ്യുന്നെന്ന് പറഞ്ഞത്. നിനക്ക് വിശുദ്ധന്മാരോടുള്ള സ്നേഹം. അപ്പൊ ഒനോസിമോസ് ഇപ്പൊ ആരായിരിക്കുന്നു? അവനൊരു വിശുദ്ധനായിരിക്കുന്നു, അവനൊരു ദൈവവേദനായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നോട് കടപ്പാടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം ഇവൻ നിമിത്തം, ഇവനിപ്പോ എന്നോടൊപ്പം ആയതുകൊണ്ട് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുകയാ. അതുകൊണ്ട് ആമേൻ, ഫിലമോന്റെ 1-ാമത്തെ പ്രത്യേകത വിശുദ്ധന്മാരോടുള്ള അവന്റെ സ്നേഹം അല്ലേ. ഈ ഇവിടെ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? സത്യമല്ലേ? സ്തോത്രം. ആരും പറയുന്നില്ല, അതിനുള്ള വകയില്ലായിരിക്കും അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ കാണപ്പെടാത്ത സഹോദരനെ സ്നേഹിക്കുന്ന ഒരനുഭവം. അപ്പൊ വിശുദ്ധന്മാരുള്ള സ്നേഹം മാത്രമല്ല, അതിന് ആദ്യം പറയുന്നുണ്ട് ഫിലമോൻ യേശുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. യേശുവിലുള്ള വിശ്വാസത്തെ. അപ്പൊ 2 കാര്യങ്ങളാ ഫിലമോന്റെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത്: വിശുദ്ധന്മാരോടുള്ള അവന്റെ സ്നേഹം, 2 യേശുവിലുള്ളവന്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ ആമേൻ, യേശുവിലുള്ള വിശ്വാസത്താൽ ഓനോസിമോസിനോടുള്ള അവന്റെ തെറ്റുകളും അവന്റെ കുറവുകളെല്ലാം ക്ഷമിക്കാൻ അവൻ തയ്യാറാകുമെന്ന് നല്ല ഉറപ്പുണ്ട്. ആർക്കാ? പൗലോസ് ശ്ലീഹായിക്ക്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ, ഞാൻ പറഞ്ഞ വാക്യം കൂടെ വായിച്ചേ. കൊലോസ്യർ 4-ാം അധ്യായം. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനായി ഞാൻ അവനെ നിങ്ങൾ ഒരുത്തനായ ഒനോസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. പറയുക, യോനോസിമോസ് പിന്നീട് ആരായി തീർന്നു അറിയാമോ? ദൈവത്തിന്റെ ഒരു സുവിശേഷകനായി തീർന്നു. അവരോട് പറയുക, അവൻ ഞങ്ങളെ കുറിച്ച് എല്ലാം അവൻ പറഞ്ഞു തരേണ്ടതിന് ഓനോസിമോസിനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുക. അവൻ നഷ്ടപ്പെട്ടു പോയില്ല. അവന് ദൈവത്തിന് സ്തോത്രം. അവന് മനസ്സിലായി പൗലോസ് ആരാ. ആ പൗലോസിൽ നിന്ന് ഇത്രമാത്രം ഒരു സഹോദര സ്നേഹം അനുഭവിപ്പാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ലാത്തവരാ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ യോഗ്യത എനിക്ക് ക്രിസ്തുയേശുവിലൂടെ അപ്പോസ്തലനായ പൗലോസ് വചനം പറഞ്ഞു തന്നപ്പോൾ പൗലോസിന്റെ ഒരു സഹോദരനായി തീരുവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ വെറുക്കപ്പെട്ട ഒരു ഭവനമുണ്ട് ഫിലമോന്റെ ഒരു സഹോദരനായി ഇപ്പോൾ തീർന്നിരിക്കുന്നു എന്ന് അവന് ബോധ്യമായി. പിൽക്കാലത്ത് ഓനോസിമോസിനെ, ഈ അടിമയെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം വേർതിരിച്ചു എന്ന് അവിടെ പറയുകയാണ്. അങ്ങനെയാണ് ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ: സ്നേഹത്തിലൂടെ എല്ലാം സ്നേഹത്തിൽ തന്നെ എല്ലാം ആമേൻ. എന്താ? നമ്മള് വീണ്ടും ജനത്തിന്റെ അനുഭവത്തിലേക്ക് വരണം.
വന്ന ദൈവമക്കളുടെ സ്വതന്ത്രം പറഞ്ഞേ, ദൈവത്തിന് സ്വതന്ത്രം. രണ്ടാമതായിട്ട് പറഞ്ഞു സഹോദരൻ. പിന്നീട് നമ്മള് എല്ലാവരും പ്രിയ സഹോദരന്മാരാണ്. മൂന്നാമത് പറഞ്ഞു ക്രിസ്തുയേശുവിലൂടെ സഹോദരന്മാർ തമ്മിൽ കടപ്പെട്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളിലും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. നാലാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഫിലോമോന്റെ ലേഖനം 20, 21, 22 വാക്യങ്ങൾ. സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിന്റെ അനുഭവം വേണ്ടിയിരിക്കുന്നു. പൗലോസ് ശ്രീ ഫിലോമോനോട് പറയുകയാണ്, ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കുക. എന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. അതുകൊണ്ട് പൗലോസ് ഒരു കാര്യം ആഗ്രഹിക്കുക, ഫിലോമോന്റെ ആ പ്രിയ സഹോദരൻ എന്നുള്ള സ്നേഹം അനുഭവിപ്പാൻ ഇവരുമായിട്ട് വീണ്ടും ഞാൻ വേഗം വരുന്നുണ്ട്, ഓരോസിമോസുമായിട്ട് വീണ്ടും വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദര, നീ എന്റെ ഹൃദയം തണുപ്പിക്കുന്നവനാണെന്ന് ഫിലോമോനെ കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഹൃദയം തണുപ്പിക്കുന്നു. നമ്മളെങ്ങനെയാ ഹൃദയം തണുപ്പിക്കുന്നവരായിരിക്കും അല്ലേ? ഒരു രോഗിയെ കണ്ടാൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കും അല്ലേ? നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് പറയാൻ കഴിയണം. ആ രോഗത്തിന്റെ ആ കാഠിന്യത ഓർക്കുമ്പം നമ്മൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമ്മൾ ആ സഹോദരന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരല്ല അല്ലേ? നമ്മളെങ്ങനെയാ പറയുന്നത്? നിന്നെ പോലെ 500 പേരുണ്ടായിരുന്നു, ആ 500 പേര് ഈ രോഗം വന്ന് മരിച്ചു പോയെന്ന് പറയും. നമ്മൾ പറയുന്നില്ല, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക, നിന്നെ ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് ഓർപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകും. ഞാൻ 4 കാര്യങ്ങളെ ഇവിടെ ഓർപ്പിച്ച്, അനേക ചിന്തയുടെ സമയം പോയതുകൊണ്ട് 4 കാര്യങ്ങളാണ് ഓർപ്പിച്ചത്. കുറേ സമയം നമ്മുടെ പ്രാരംഭം കിട്ടിയിട്ടില്ല, ഞാനത് ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, എന്നെ കേൾക്കുന്നവരെ കേട്ട് ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന്, നീ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ആമേൻ. നീ മാമോദീസയാൽ വീണ്ടും ജനിച്ചവനാണ്. എന്നാൽ നീ വളർന്നു വന്നപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ മടങ്ങി വരണം. ഇപ്പോൾ നീ മദ്യപാനത്തിനും ആമേൻ ലോകസ്നേഹത്തിലും ലോകമോഹത്തിലും നീ ജീവിക്കുന്നെങ്കിൽ നീ ഒരു സത്യകുംഭസാരത്തിലൂടെ നീ മടങ്ങി വരണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ആലോചന തരികയാ. അപ്പൊ ഒന്ന്, നമുക്കൊരു വീണ്ടും ജന്മം ആവശ്യമുണ്ട്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന അനുഭവം. അതാ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം നീ ഒന്ന് കേൾക്കണം, നിന്റെ ഹൃദയത്തിലേക്ക് എന്നെ ഒന്ന് സ്വീകരിക്കണമെന്ന് പറയുന്ന ശബ്ദം ഈ വാക്കുകളിലൂടെ ഇതാ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെ കേട്ട് ദൈവത്തിലായിത്തീർന്ന ദൈവമക്കളുടെ സ്തോത്രം പറഞ്ഞാട്ട്, ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ ഇതുവരെ ഈ ദൈവത്തോട് കടപ്പെട്ടിട്ടില്ലെങ്കിൽ, ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചിട്ടില്ലെങ്കിൽ, നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക. അവൻ നിന്റെ എല്ലാ വിഷയങ്ങളുടെ മേലും ആമേൻ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം തന്ന് നിന്നെ നടത്തുമെന്ന് പറയുവാനിടയായി. മാത്രമല്ല, രണ്ടാമതോടെ ഓർപ്പിച്ചു, സഹോദരന്മാരെ തമ്മിൽ പ്രിയ സഹോദരന്മാരാണ്. അത് ക്രിസ്തുയേശുവിനുള്ള ബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നു, സഹോദരന്മാർ തമ്മിൽ കടപ്പെട്ടിരിക്കുന്നു. നാലാമതായിട്ട്, മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരായിരിക്കും സഹോദരന്മാർ. ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായി. ഈ നിരീശ്വരവാദികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വെറുതെ ഉണ്ടായതാണെന്നൊക്കെ അവരിങ്ങനെ പറയും. അങ്ങനെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കാലത്ത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. സൂര്യനെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് സൂര്യൻ ഭൂമിയിലേക്ക് വന്നാൽ ആമേൻ ഭൂമി ചാമ്പലായി പോകും. ഇനി നോക്ക, സൂര്യന്റെ ഭ്രമണപഥത്തിൽ നിന്ന് സൂര്യൻ മുകളിലേക്ക് പോയാൽ ആമേൻ ഭൂമി ഒരു ഐസ് കട്ടയായി മാറും. നീ ശാസ്ത്രം പഠിച്ചവരല്ലേ, നിനക്കിത് അറിയത്തില്ലേ? എന്താണ് അതാതിന്റെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് വെറുതെ ഉണ്ടായതല്ല. ദൈവത്തിന് സ്വന്തം. ഇങ്ങനെ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരനാ ഫ്രാങ്ക്. അദ്ദേഹം ഒരിക്കല് ഒരു യാത്രയില് ഒരു മിഷണറിയെ കണ്ടുമുട്ടി. മിഷണറിയെ കണ്ടുമുട്ടിയപ്പോൾ ഇദ്ദേഹം ദൈവമില്ലെന്ന് ശഠിക്കുന്ന ഒരാളാണ്. ദൈവം അങ്ങനെ ഒരു സംഭവമില്ല, നിനക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സിൽ നീ ജീവിച്ച് അങ്ങ് മരിക്കുക എന്ന് പറയുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിച്ച് മരിക്കുക അല്ലേ?
ഇന്നത്തെ ലോകം അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ലോകമായി മാറിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെയും കുറ്റം പറയുകയില്ല. കാരണം സോദോം ഗോമോരയുടെ പാപം ഇന്നിവിടെ ഉണ്ട്, അല്ലേ? എന്താണെന്ന് നമുക്കറിയാം. അത് കൂടുതലുണ്ടെന്നാ ഇവിടെ ഓർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നോഹയുടെ കാലത്തെ പാപം ഇവിടെ ഉണ്ട്. എന്നാൽ ഇവിടെ അനേക നീതിമാന്മാരുണ്ട്. അവർ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്റെ കർത്താവിന്റെ കൂട്ടത്തിലേക്ക് ഇനിയും ചിലരൂടെ കടന്നു വരാനുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം എപ്പോഴും ലോകം മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം, ദൈവത്തിന്റെ സ്തോത്രം, മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു സുശേഷനാകുമ്പോൾ നിന്നെ പോലെ തന്നെ ഒരു നിരീശ്വരവാദിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വലിയ രോഗത്തിനടിമയായി തീർന്നു. ആ രോഗം എന്നെ കീഴ്പ്പെടുത്തുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അവനിങ്ങനെ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. മറ്റൊന്നുമല്ല, നമ്മൾ കേൾക്കാൻ പോകുന്ന കർത്താവിൻ്റെ 7 മൊഴികളുണ്ട്. അതിലെ 1-ാമത്തെ മൊഴി അവനിങ്ങനെ ഒരു ട്രാക്റ്റിലൂടെ വായിക്കണം. നമുക്ക് ട്രാക്റ്റിന് വലിയ പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 ട്രാക്റ്റ് എഴുതിയിട്ടുണ്ട്. ഒരു ട്രാക്റ്റായിട്ട് 30,000 കോപ്പി ലോകം മുഴുവനുണ്ട്. ചിലർക്ക് വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ട്രാക്റ്റിന് വലിയ പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രസംഗത്തിനേക്കാളും പ്രത്യേകതയാണ് ഭാരപ്പെട്ടിരിക്കുന്ന, നിരാശയിലായിരിക്കുന്ന, ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്ന ഒരു മനുഷ്യന് ഒരു ട്രാക്റ്റ് കിട്ടിയാൽ അവൻ രൂപാന്തരപ്പെടും. അപ്പൊ ഇദ്ദേഹം ഒരു ട്രാക്റ്റിൽ ഇങ്ങനെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 7 മൊഴികളിൽ 1-ാമത്തെ മൊഴി എന്താ? 1-ാമത്തെ മൊഴി എന്ന് പറഞ്ഞേ, ഞാൻ എന്തോ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള 1-ാമത്തെ മൊഴി അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ അവൻ മാറ്റിമറിക്കും. നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീരും. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ രോഗിയാ, ഡോക്ടർമാർ കുറിച്ചു, മരിച്ചു പോകും. ഒരു ദൈവം ഉണ്ടോ? നമ്മൾ ആദ്യം ഒരു കഥ പറയും, ഇതിനകത്തില്ല. അതുകൊണ്ട് വീണ്ടും അത് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനിത് ഓർപ്പിക്കുകയും അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനൊരു നിരീശ്വരവാദിയാ, പക്ഷെ ഞാൻ ഒന്നറിയുന്നു, ഞാൻ അടുത്ത കാലത്ത് മരിച്ചു പോകും. അതെ, എന്നാൽ എന്നോട് സംസാരിച്ചൊരു വചനമുണ്ട്. ആമേൻ. ഇവൻ ചെയ്യുന്നത് ഇന്നതെന്നറിയായ കൊണ്ട് ഇവനോട് ക്ഷമിക്കണമെന്നുള്ള വചനം എന്നോടായിരുന്നു. അത് കർത്താവ് പറഞ്ഞത് യഹൂദന്മാരോട്. അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് ഇന്നതെന്നറിയായുണ്ട്. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ എൻ്റെ യേശുവിന്റെ കിടക്കമേൽ ഇറങ്ങി വന്നു. അവൻ കാണുന്നത് ആദ്യം ഒരു പ്രകാശമാ. ആ പ്രകാശത്തിലൂടെ അവൻ ക്രിസ്തുവിനെ കണ്ടു. അവന്റെ ശരീരം ഉച്ചമുതലുള്ളങ്കാൽ വരെ ഒരു കരം തലോടുന്നതായിട്ട് അവന് തോന്നി. പ്രിയപ്പെട്ടവരെ, അവനെ അല്പസമയം കഴിഞ്ഞപ്പോൾ, അത് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു. എഴുന്നേൽക്കാൻ കഴിയാത്തവൻ എഴുന്നേറ്റ് നിന്നു. അടുത്ത ദിവസം ഡോക്ടറെ കാണിച്ചപ്പോൾ അവന് രോഗമില്ല. എന്റെ നമ്മൾ വേദനപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാ, നമ്മോട് സംസാരിക്കുന്നവനാ, അവൻ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നവനാ, അവൻ നമ്മളെ അനുഗ്രഹിക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കും, ഞാൻ ആദ്യം വീട് പണിയാൻ വാങ്ങിച്ച സ്ഥലം കൊല്ലൂപ്പുറത്താ, 30 സെന്റ് സ്ഥലം. ആദ്യം വാങ്ങിച്ച 30 സെന്റ് സ്ഥലം. എന്താ ദൈവം എന്നെ ഇവിടെ പറിച്ചിട്ടത്? അവിടെ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു യോഗം നടത്താം. ഒരിക്കലും പറ്റത്തില്ല. ദൈവത്തിന് അറിയാം ഒരു ദൈവമനെ എവിടെ പറിച്ചു നടണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാനൊരു വിശ്വാസിയല്ലായിരുന്നെങ്കിലും എൻ്റെ ദൈവത്തിന് എൻ്റെ ഭാവിയെ കുറിച്ച്, ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ദോഷത്തിനല്ല, അത് ഞങ്ങളുടെ ക്ഷേമത്തിനായിരുന്നു. ക്ഷേമം എന്ന് പറയുമ്പോൾ വേർപാടിന്റെ അനുഭവമുണ്ട്, പ്രയാസ ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. നിന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മളെ അങ്ങനെ എത്തിക്കുകയാണെങ്കിൽ അനേകരെ നമുക്കും എത്തിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. പലരും ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കൊന്നും അറിയില്ല. അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും, ഇല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വിളിച്ചു. ജോസേ, അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞ ആളാ, പക്ഷേ ഇന്ന് ഞാൻ അത്രയും ദൈവകൃപയിലല്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാവുന്നു, അല്ലാതെ നമ്മൾ എന്താ ചെയ്യാം?
പോട്ടെ, ഞാൻ ആ വിഷയം അങ്ങ് വിടുകയാ. പ്രിയപ്പെട്ടവരെ, അനേക ആത്മാക്കളെയും കൊണ്ട് നമ്മൾ ചെല്ലണം. അതിനെന്തോ ചെയ്യണം? നിങ്ങൾക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, പ്രാർത്ഥിച്ചാൽ മതി. നഷ്ടപ്പെട്ടു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കുക മാത്രമല്ല, കണ്ണുനീരൊഴുക്കിയാൽ മതി. ഇവിടെ കണ്ണുനീര് ഒഴുക്കാൻ വയ്യ, പ്രാർത്ഥിക്കാനും വയ്യ, പിന്നെ എങ്ങനെ ഗുണപ്പെടുന്നത്? പിന്നെ എങ്ങനെ ആത്മാക്കളെ കിട്ടുന്നത്? സ്വതന്ത്രം എപ്പോഴും ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കും അല്ലേ? ദൈവത്തിന് സ്വന്തം. ഈയിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടു വലിയൊരു പെട്ടി. എന്തോ ടെലിവിഷൻ. ഞാൻ നോക്കി ഇത്രയും വലുതുണ്ട്, ഇത്രയും വലിയ സ്ക്രീനുണ്ട്. ഞാൻ ഒന്നും പറയാൻ പോയില്ല. എന്തോ കാണുന്നത്? ലോകത്തിന് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്ക്, ഇവിടുന്ന് ഞങ്ങൾ എടുത്ത് മാറ്റിയത് ഞങ്ങളാരും കാണുന്നില്ല. ദൈവത്തിന്റെ സഹോദരൻ ന്യൂസ് പോലും ഇപ്പം കേൾക്കുന്നില്ല. ആമേൻ. ഞാൻ പറഞ്ഞു വന്നതെന്നറിയാമോ? നമ്മളെ കൊണ്ടാകാവുന്നത് പോലെ ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏതായാലും കൊള്ളാം, ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യനെ ദൈവത്തിന്റെ ദാസനാക്കി തീർക്കുവാൻ തക്കവണ്ണം ആ സുവിശേഷകന് കഴിഞ്ഞു എന്ന് ഇവിടെ പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തെ അറിയാത്തവനായിരുന്നു, എന്നാൽ ഈ വചന നിമിത്തം ഇവന്റെ പാപം അവന്റെ മേൽ നിർത്തരുത് എന്ന് അവൻ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവനെ വിശ്വസിക്കുകയും അവന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ദൈവത്തിന്റെ കരസ്പർശനം അവൻ അനുഭവമാകുവാനിടയായിട്ട്. സ്വതന്ത്രം പറഞ്ഞേ അല്ലേ? അപ്പൊ ഞാനിവിടെ അങ്ങ് അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ ലേഖനമെങ്കിലും എന്നെ അങ്ങ് മറന്നേക്കുക. ഇത് മുഴുവനായിട്ടൊന്ന് വായിക്കണം. വായിക്കുമ്പോൾ ഇതിലും കൂടുതൽ ഞാൻ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്താണെന്നറിയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിക്ക് വീണ്ടും ഞാൻ ആവശ്യമുണ്ട്. ഇതൊരു സുവിശേഷം എല്ലാവരോടൊക്കെ നമ്മൾ പറഞ്ഞു, ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിക്കണം. സ്വീകരിച്ചു കഴിയുമ്പോൾ നിന്റെ കുറവുകളെല്ലാം കർത്താവ് ആത്മാവിൽ അങ്ങ് പരിഹരിച്ചോളൂ എന്ന് പറയണം. രണ്ടാമത്, ഇനി മുതൽ നമ്മൾ പ്രിയ സഹോദരന്മാരാ. അതെ, ആരിലൂടെ? യേശു ക്രിസ്തുവിലൂടെ പ്രിയ സഹോദരന്മാരും സഹോദരിമാരുമാ. മൂന്നാമതായിട്ട് സഹോദരന്മാർ തമ്മിൽ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാലാമതായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചു, സഹോദരന്മാർ മറ്റുള്ളവരുടെ ഹൃദയം തണുപ്പിക്കുന്നവരായി. ഇനി അങ്ങനെ ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവരുടെ ഹൃദയം തണുപ്പിക്കുന്നവരാണ്. ഞങ്ങൾ ഈ നാളുകളിൽ നമ്മുടെ മേഖലാ സുവിശേഷ സമാജത്തിൻ്റെ പേരിൽ പല വീടുകളിലെ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അച്ഛനോട് ചേർന്ന് അവരുടെ സന്തോഷം എന്ത് വലുതാണെന്നറിയാം. അത് കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് നമ്മൾ പോയത് നന്നായെന്ന് പറയുന്നതായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, അനേകരെ തണുപ്പിക്കുവാനായിട്ട് ദൈവം നമ്മളെ വീണ്ടെടുത്തത് അല്ലേ? അവന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തത്. അപ്പൊ ഈ തണുപ്പിച്ചാലുള്ള ഗുണം എന്നാണെന്നറിയാം. അവന്റെ രണ്ടാമത്തെ വരവിൽ അവനോടൊപ്പം രൂപാന്തരപ്പെട്ട ശരീരത്തിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്താൻ കഴിയും. അതാ അതിന്റെ പ്രത്യേകത. ഈ 4 അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിഷമിക്കേണ്ട. പൗലോസ് പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. നീ ഒരു ദൈവവേദനാണെങ്കിൽ നിന്നെ ചേർക്കാൻ അധികം താമസം വരാ. അവൻ മധ്യവാനിൽ ആകാശമേഘത്തിൽ വരുമെന്ന് നമ്മൾ വിശ്വസിച്ച് യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ഇടയാക്കട്ടെ. നമ്മുടെ ഗുരുവാക്യമില്ല, അവൻ മുൻപേ നമ്മളെല്ലാവരും നെഞ്ചത്ത്, നമ്മുടെ ദൈവമക്കളാകുന്നതിന് മുമ്പ് നെഞ്ചത്ത് വെച്ച് മുമ്പേ എൻ്റെ ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായിരുന്നു, മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്തവരായിരുന്നു. ഇപ്പോൾ മറ്റുള്ളവർക്കും ദൈവത്തിന് ഞാൻ പ്രയോജനം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സ്വർഗപിതാവേ, ഞങ്ങൾക്ക് ഇങ്ങനൊരു കൂടിവരവോടെ ഈ ഭൂമിയിൽ അനുവദിച്ചല്ലോ. എൻ്റെ കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ടാണ് ദൈവമേ, ഞങ്ങൾക്ക് വചനം കേൾക്കുവാനിടയായല്ലോ. നഷ്ടപ്പെട്ടു പോയ ഓനോസിമോസിനെ മടക്കി ഫിലമോന്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്ന പൗലോസ്ലീഹായെ ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ടു പോയവനെ മടക്കി വരുത്തുന്നത് അവന് വീണ്ടും ജനനം ഉണ്ടാകുന്നത് കൊണ്ടാണ്. രണ്ടാമത് ഞങ്ങൾ കേട്ടു, അവൻ പ്രിയ സഹോദരനായതുകൊണ്ടാണ്. മൂന്നാമത് ഞങ്ങൾ കേട്ടു, അവയെ കടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. നാലാമത് കേട്ടു, ഹൃദയം തണുപ്പിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഫിലമോൻ യോനോസിമോസ് അങ്ങനെയുള്ള ഒരു വ്യക്തിയായി തീർന്നുവെന്ന് ഫിലമോന് ബോധ്യം വന്നപ്പോൾ അവനെ സ്വീകരിപ്പാൻ ഫിലമോനും കുടുംബവും തയ്യാറായി. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല പിൽക്കാലത്ത് ഓനോസിമോസ് അനേകരെ തണുപ്പിക്കുന്നവരായി തീരുവാൻ ഇടയായെന്ന് ഞങ്ങൾ വചനത്തിലൂടെ കേൾക്കുവാനിടയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അനേകരെ തണുപ്പിക്കുന്നവരാകുവാൻ, അനേകരെ പ്രിയ സഹോദരന്മാരാക്കി തീർക്കുവാൻ, അനേകരോട് കടപ്പെട്ടിരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയായത് ഓർത്ത് സ്തോത്രം.
എല്ലാ നന്മകളാലും നിറയണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്വതന്ത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിന്റെ സ്നേഹമേഖജാതനായ പുത്രന്റെ കൃപ ആശ്വസിപ്പിച്ചു നമ്മുടെ പരിശുദ്ധമായ ഇന്ന് ഞങ്ങളിലൂടെ ഓൺലൈനിലൂടെ കേട്ട എല്ലാവരോടും സന്തോഷവും നന്ദി അറിയിക്കുന്നു. ദൈവം അടുത്ത ആഴ്ച വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.